ഹായ്, ഇന്ന് നമുക്കൊരു ജേർണിംഗ് ചെയ്താലോ? അതിന് മുമ്പ് ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എനിക്ക് 20 സബ്സ്ക്രൈബേഴ്സ് ആകും. അപ്പോൾ ഈ ജേർണിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൈമുള്ള സാധനം മാത്രം മതി, സ്റ്റിക്കേഴ്സ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഒരു ബുക്ക് എടുക്കുക, പേപ്പർ എടുക്കുക, ദെൻ കുറച്ച് സ്കെച്ചോ കളറോ എന്തെങ്കിലും എടുക്കുക. പേപ്പർ A4 ഷീറ്റാണോ അല്ലെങ്കിൽ ബുക്കിൻ്റെ അകത്ത് പറിക്കുന്ന പേപ്പർ ഏതെങ്കിലും പേപ്പർ മതി. എന്നിട്ട് ആ പേപ്പറിൽ ഒരു ഹൈലൈറ്ററോ അല്ലെങ്കിൽ സ്കെച്ചോ എന്തെങ്കിലും എടുത്തിട്ട് കുറച്ച് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ലൈൻസ് വരച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ സ്കെച്ചും ഹൈലൈറ്ററും ഇല്ലെങ്കിൽ ക്രയോൺ ആയാലും കുഴപ്പമില്ല, ഏതെങ്കിലും എടുത്തിട്ട് കുറച്ച് ലൈൻസ് വരച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് എസ്തെറ്റിക് ലുക്സ് ഒക്കെ വരാൻ വേണ്ടി കൈനെ കൊണ്ട് അസിമെട്രിക്കലി മുറിച്ചു കൊടുക്കുക. അതിനുശേഷം ആ പേപ്പറിൻ്റെ ഒരു സൈഡിൽ കുറച്ച് ട്യൂലിപ്സ് വരച്ചു കൊടുക്കുക. ഞാൻ വരച്ച ട്യൂലിപ്സ് കാണാൻ ഒരു ഷോഷിൻ്റെ ട്യൂലിപ്സ് പോലെയെല്ലാം ഉണ്ട്, ബട്ട് കുറച്ച് ട്യൂലിപ്സിൻ്റെ ലുക്കൊക്കെ വന്നിരുന്നു തോന്നുന്നു. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ നല്ല ട്യൂലിപ്സ് നോക്കി വരക്കാം. ഞാനൊരു ബൊക്കെ പോലെ ആക്കാനാണ് ഉദ്ദേശിച്ചത്, അതുകൊണ്ട് ഞാൻ 3 ട്യൂലിപ്സാണ് വരച്ചത്. നിങ്ങൾക്ക് കുറച്ചും കൂടി ട്യൂലിപ്സ് വേണ്ടിയെങ്കിൽ കുറച്ചും കൂടി അധികം വരച്ചു കൊടുക്കുക. അതിനുശേഷം പിങ്ക് ആൻഡ് ഗ്രീൻ ക്രയോൺ എടുക്കുക. ക്രയോൺ കളർ പെൻസിൽ എന്തെങ്കിലും എടുക്കുക, അല്ലെങ്കിൽ ഓറഞ്ച് എടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കുക. എന്നിട്ട് ആ ട്യൂലിപ്സിനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഫ്ലവേഴ്സിനും പിങ്കും അതിൻ്റെ സ്റ്റെംസിനും ഗ്രീനും കൊടുക്കുക. പിങ്ക് കൊടുക്കാം, യെല്ലോ കൊടുക്കാം, റെഡ് കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം, ഓറഞ്ചും കൊടുക്കാം. ശേഷം 3 സർക്കിൾസ് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കുക. പച്ച, ചുവപ്പ്, മഞ്ഞ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളറാണോ അത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് ബുക്കിൽ ഒട്ടിക്കുക. ഫസ്റ്റ് ഹൈലൈറ്റർ കൊണ്ട് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ലൈൻസ് വെച്ച് ആ സാധനം ഒട്ടിക്കുക. പിന്നെ ട്യൂലിപ്സ് ഒരു സൈഡിലേക്ക് ഒട്ടിക്കുക. പിന്നെ സർക്കിൾസ് മുറിച്ച് വെച്ചത് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു ബട്ടർഫ്ലൈ മുറിച്ചിട്ട് ഒരു പേപ്പറിൽ വരച്ച് മുറിച്ചിട്ടാണ് ഒട്ടിക്കേണ്ടത്. ബട്ട് എനിക്ക് കുറച്ച് മടിയായതുകൊണ്ട് ഞാൻ ആ പേപ്പറിൽ തന്നെ ബുക്കിൽ തന്നെ വരച്ച് വെച്ചിട്ടുണ്ട്. സോ ഫൈനലി നമ്മളെ ജേർണൽ കംപ്ലീറ്റ് ആയി.